ഫ്രീ ഫോളോവേഴ്സിനെ ഇൻസ്റ്റഗ്രാമിൽ കൂട്ടാൻ സാധിക്കുന്ന ഒരു കിടിലം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളൊരു ഫേക്ക് അക്കൗണ്ട് പോലും ക്രിയേറ്റ് ചെയ്യാതെ നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് എങ്ങും ലോഗിനോ ആക്സസോ ഒന്നും കൊടുക്കാതെ ഒന്നും ചെയ്യാതെ ഫ്രീ ആയിട്ട് ഫോളോസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് പരിചയപ്പെടുത്തുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടൊക്കെ 100% സേഫാണ് മച്ചാന്മാരെ. ഞാൻ ദാണ്ട് ഇഷ്ടം പോലെ ഇൻസ്റ്റഗ്രാം ഫോളോസിൻ്റെയൊക്കെ വീഡിയോ ഇടുന്ന ആണ് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക മച്ചാന്മാരെ. എല്ലാവരും വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് 50K സബ്സ്ക്രൈബേഴ്സ് വേഗം തന്നെ അടിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് ഉപയോഗിച്ച് ഫോളോവേഴ്സ് കൂട്ടുക എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ മച്ചാന്മാരെ, നമുക്ക് ഈ ഫ്രീ ഫോളോവേഴ്സ് തരുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേജിലേക്ക് വരും. ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓപ്പൺ വെബ്സൈറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് മുമ്പായിട്ട് മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ മച്ചാന്മാരെ. ഏറ്റവും താഴെ തന്നെ കാണാൻ സാധിക്കും 1 രൂപയ്ക്ക് 2 രൂപയ്ക്കും 3 രൂപയ്ക്കും ഒക്കെ ഫോളോസ്, ലൈക്സ്, വ്യൂസൊക്കെ കൂട്ടാൻ സാധിക്കുന്ന ഒരു പരസ്യം കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൻ്റെ താഴെ വാച്ച് നൗ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ ചെയ്ത ഒരു വീഡിയോ ഉണ്ട് മച്ചാന്മാരെ. നമ്മുടെ കേരളക്കാരിറക്കിയ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് വരെ ഫോളോസ് വാങ്ങാൻ പറ്റും. ഇഷ്ടം പോലെ ഫോളോസ് വാങ്ങാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ച് വീഡിയോ. അപ്പോൾ അങ്ങനെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അത് കണ്ടിട്ട് വാങ്ങാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്രീ ഫോളോസ് കിട്ടുന്ന വെബ്സൈറ്റിലേക്ക് എങ്ങനെ പോകേണ്ടതെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓപ്പൺ വെബ്സൈറ്റ് എന്നുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം മച്ചാന്മാരെ. നേരെ നമ്മൾ യൂട്യൂബിലേക്കാണ് ഓപ്പൺ ആയി ചെല്ലുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം അതിൻ്റെ സൈഡിൽ വരുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ മച്ചാന്മാരെ, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് വെക്കണം. കാരണം എന്നാലും ഞാൻ ഇടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ മച്ചാന്മാരെ. നിങ്ങളുടെ സപ്പോർട്ട് മെയിനായിട്ടും എനിക്ക് വേണം. ഇനി നിങ്ങൾ ഇഷ്ടം താപ്പോട്ട് നിൽക്കിയിട്ട് ഇവിടെ 2 ചാനലുണ്ട്. ജസ്റ്റ് അത് 2 സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ മച്ചാന്മാരെ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ബാക്ക് അടിക്കുക, എന്നിട്ട് ക്രോമിലേക്ക് തന്നെ തിരിച്ച് വരിക. അപ്പോഴത്തേക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും ഗോ ടു വെബ്സൈറ്റ്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്ക് അടിച്ചപ്പോൾ കാണാൻ സാധിക്കും ഗോ ടു വെബ്സൈറ്റ് എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ആ ഗോ ടു വെബ്സൈറ്റ് എന്നുള്ളിടത്ത് എന്ത് ചെയ്യാം മച്ചാന്മാർ, നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോഴത്തേക്കും നമുക്ക് ഫ്രീ ഫോളോവേഴ്സ് തരുന്ന നമ്മുടെ ആ ഒരു വെബ്സൈറ്റിലേക്ക് ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാർ, എനിക്ക് നിങ്ങളോട് ഇവിടെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എപ്പോഴും പ്രവർത്തിക്കണമെന്നില്ല. നിങ്ങൾ ഈ ഒരു വീഡിയോ ഒരുപാട് നാൾ കഴിഞ്ഞ് വന്ന് കാണുകയാണെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് വർക്കായില്ല എന്നിരിക്കാം, എന്നാൽ വർക്കായെന്നും ഇരിക്കാം. എങ്കിലും നിങ്ങൾ വിഷമിക്കണം. എൻ്റെ ചാനലിൽ ലേറ്റസ്റ്റായിട്ട് പുതിയ ഇൻസ്റ്റാഗ്രാം ഫോളോസിൻ്റെ വീഡിയോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനല്ലേ ഈ അമൽ കൃഷി ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗായ്സ്, ജസ്റ്റ് താപ്പോട്ട് നീക്കി വരിക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് താപ്പോട്ട് നീക്കി വന്നു കഴിഞ്ഞാൽ എൻ്റർ ഇൻസ്റ്റഗ്രാം യൂസർ നെയിം എന്ന് വെച്ചിട്ട് ഒരു ബോക്സ് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ കൂട്ടേണ്ട നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ടിലേക്കല്ലേ ഗായ്സ്. അപ്പോൾ ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് യൂസർ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം കേട്ടോ മച്ചന്മാരെ, എന്നാലേ ഫോളോവേഴ്സ് കയറുള്ളൂ. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അമൽ കൃഷ്ണൻ YT. ഓക്കെ, ശേഷം ഞാനിവിടെ സെർച്ച് അക്കൗണ്ട് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുന്നു. സെർച്ച് അക്കൗണ്ട് എന്നുള്ളിടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ലോഡായി വരുന്നതാണ്, ലോഡിങ് ആവുന്നുണ്ട്. ഓക്കെ, നമ്മുടെ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇസ് വെരിഫൈഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ താപ്പോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ഈ ഒരു വെബ്സൈറ്റ് വഴി എങ്ങനെയാണ് നമുക്ക് ഫോളോവേഴ്സ് കാര്യങ്ങളൊക്കെ കൂട്ടാന്ന് വെച്ചാൽ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ക്രെഡിറ്റ്സ് വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഫോളോവേഴ്സ് കൂട്ടാൻ പറ്റൂ. ഇവിടെ കാണാൻ സാധിക്കും യുവർ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 0 ആണ് ഇവിടെ കാണുന്നത്. 0 ക്രെഡിറ്റ്സ് ആണ് എനിക്കിവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ അക്കൗണ്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. പ്രൊഫൈൽ കണ്ടോ, ബൂസ്റ്റ് പ്രൊഫൈൽ എന്ന് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ബൂസ്റ്റ് പ്രൊഫൈലിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ്സ് ഒക്കെ വേണം കേട്ടോ. ക്രെഡിറ്റ്സ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ബൂസ്റ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തപ്പോൾ കാണാൻ സാധിക്കും നമുക്കിവിടെ ഇവിടെ സെലക്ട് പ്രൊമോഷൻ ഉണ്ട് കണ്ടോ, സെലക്ട് പ്രൊമോഷൻ. ഓക്കെ, സെലക്ട് പ്രൊമോഷൻ ടൈപ്പ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തൊക്കെ കൂട്ടാം, ഇൻസ്റ്റാഗ്രാം ലൈക്സ് കൂട്ടാം. ഓക്കെ, ഇൻസ്റ്റാഗ്രാം ലൈക്സ് കൂട്ടാം, ഇൻസ്റ്റാഗ്രാം ഫോളോസ്, ഇൻസ്റ്റാഗ്രാം കമൻറ്റ്, പോസ്റ്റ് വ്യൂസ്, റീൽസ് വ്യൂസ്, സ്റ്റോറി വ്യൂസ് എല്ലാം കൂട്ടാം. അപ്പം ഇവിടെ ഇൻസ്റ്റാഗ്രാം ഫോളോസ് ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമ്പർ ഓഫ് ഫോളോവേഴ്സ്. ഓക്കെ, ഒരു ഫോളോവേഴ്സിന് എത്ര കോയിൻ വേണം, ഇവിടെ ഉണ്ടോ 2 ക്രെഡിറ്റ്സ് വേണം, 1 ഫോളോവർ വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, നമ്മൾ ഒരാളെ ഫോളോ ചെയ്താൽ തന്നെ 2 ക്രെഡിറ്റ്സ് ഇവിടെ കിട്ടുമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അതെങ്ങനെ നമുക്കിൽ ക്രെഡിറ്റ് വേണമല്ലോ മച്ചാന്മാരെ. അപ്പോൾ ക്രെഡിറ്റ് എങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാന്നുള്ളതിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് മച്ചാന്മാരെ, ഇവിടെ ഏൺ ക്രെഡിറ്റ്സ് എന്നുണ്ട് കണ്ടോ, ഏൺ ക്രെഡിറ്റ് ഉണ്ടാക്കുക. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക മച്ചാന്മാരെ. ഓക്കെ, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത പേജിലേക്ക് ലോഡായി എത്തുന്നതാണ്. ഓക്കെ, ജസ്റ്റ്
ഇങ്ങനത്തെ പേജിലേക്ക് ലോഡായി എത്തും. ഇവിടെ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമുക്കിവിടെ ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഫോളോ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഫോളോ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകുന്നതാണ്. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുക? ആൾക്കാരെ ഫോളോ ചെയ്യുക. ഓക്കെ, ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആവും. എന്നിട്ട് നമ്മൾ ബാക്ക് അടിക്കുക. അപ്പോൾ ഞാൻ ഈ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആയി വന്നു കേട്ടോ. ഈ ഫോളോ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്തില്ല, അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആയി വന്ന് ഞാൻ ആ വ്യക്തിയെ ഫോളോ ചെയ്തിട്ട് ബാക്ക് അടിച്ച്. അപ്പോൾ ഞാൻ എന്താ ഈ വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാം കാണിക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോസ് കയറുന്നതിൻ്റെ പ്രൂഫ് എനിക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും ഇൻസ്റ്റാഗ്രാം ഭാഗത്ത്. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൻ്റെ ഭാഗത്ത്. അപ്പോൾ നിങ്ങളെല്ലാവരും, ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതിലെ വർക്കിംഗ് ആയിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെയാണ് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോയോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോസ് കയറുന്നതിൻ്റെ പ്രൂഫൊന്നും എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നതിനാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഞാൻ ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഈ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് വരും. ആ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ബാക്ക് അടിച്ചിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ വെരിഫൈ ആൻഡ് നെക്സ്റ്റ് പ്രൊമോഷൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ്സ് ഇൻക്രീസ് ആവും. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ക്രെഡിറ്റ്സ് ഇൻക്രീസ് ആയി. അപ്പോൾ നമ്മൾ അടുത്ത ആളെ ഇതേപോലെ എന്ത് ചെയ്യാം? അടുത്ത ആളെ ഫോളോ ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ എന്ത് ചെയ്യാം? ഈ വെരിഫൈ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കോയിൻസ് ഇൻക്രീസ് ആവും. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ എത്ര കോയിൻസ് ആയി, എത്ര ക്രെഡിറ്റ്സ് ആയി ഇവിടെ കാണാൻ സാധിക്കും. യുവർ ക്രെഡിറ്റ്സ് വന്ന് 4 ക്രെഡിറ്റ്സ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു 10 ക്രെഡിറ്റ്സ് വേണം. ഓക്കെ, ഒരു ഫോളോവറിന് 2 ക്രെഡിറ്റാണ് ഇതിൽ വേണ്ടത്. അപ്പം 2 ഫോളോവറിന് 4 ക്രെഡിറ്റ് വേണം. ഓക്കെ, നമുക്ക് ഒരു 10 ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ എത്ര ഫോളോവർ കൂട്ടാൻ പറ്റുമെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യട്ടെ. അപ്പം നമ്മുടെ കയ്യിൽ 10 ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ, എൻ്റെ കയ്യിലിപ്പോൾ 4 ക്രെഡിറ്റ് ഉണ്ട്. കുറച്ച് നേരം ഫോളോ ചെയ്ത് ഒപ്പിച്ചാണ്. 10 ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ 5 ഫോളോ, 20 ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ 10 ഫോളോവേഴ്സ് കിട്ടും. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് ക്രെഡിറ്റ്സ് ഉണ്ടാക്കട്ടെ, ഫോളോ ചെയ്ത് ഉണ്ടാക്കട്ടെ. അങ്ങനെ മച്ചന്മാരെ നമ്മളങ്ങനെ ഒരു 10 ക്രെഡിറ്റ്സ് ഇവിടെ ഇൻക്രീസ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? പ്രൊഫൈൽ ബൂസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് മേളോട്ട് നീക്കുക. ശേഷം നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബൂസ്റ്റ് പ്രൊഫൈൽ എന്നുണ്ട്. ബൂസ്റ്റ് പ്രൊഫൈൽ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ തോനെയും ക്രെഡിറ്റ്സ് ഇൻക്രീസ് ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ട് ഇതിലേക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് താപ്പോട്ട് നീക്കി വരികയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ലൈക്ക് അല്ലല്ലോ വേണ്ടത്. ലൈക്ക് ആണെങ്കിൽ ഇതാണ്ട് ഇവിടെ ഇൻസ്റ്റാഗ്രാം ലൈക്സ് സെലക്ട് ചെയ്തിട്ട് പോസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്താൽ മതി. നമുക്ക് വേണ്ടത് ഫോളോവേഴ്സാണ്. അതിനുവേണ്ടി നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഇൻസ്റ്റാഗ്രാം ലൈക്സ് എന്നുള്ളത് മാറ്റുന്നു, എന്നിട്ട് അവിടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആക്കുന്നു. നമ്മളിവിടെ ഇൻസ്റ്റാഗ്രാം ഫോളോസ് ആക്കിയതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം നമ്മളോട് ചോദിക്കുന്നുണ്ട്. താഴെ കണ്ടോ, താഴത്തെ ബോക്സിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഏത് അക്കൗണ്ടിലേക്കാണോ ഫോളോസ് കൂട്ടേണ്ടത് ആ അക്കൗണ്ട് യൂസർ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒറിജിനൽ അക്കൗണ്ടിലേക്കാണ് ഫോളോസ് കൂട്ടുന്നത്. അക്കൗണ്ട് പബ്ലിക് ആയിരിക്കല്ലേ. ഓക്കെ, അപ്പോൾ യൂസർ നെയിം എൻ്റർ ചെയ്യുന്നു. യൂസർ നെയിം എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളെന്താ ചെയ്യേണ്ടത്? ഏറ്റവും താഴെ നമ്പർ ഓഫ് ഫോളോവർ, എത്ര ഫോളോവർ വേണമെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട് താഴെ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ 5 ഫോളോവറിനെയാണ് വേണ്ടത്. 5 ഫോളോവേഴ്സിന് 10 ക്രെഡിറ്റ്സ്. ഞാനിപ്പോൾ എളുപ്പത്തിൽ 10 ക്രെഡിറ്റ്സ് ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾക്ക് തോനെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ തോനെ ക്രെഡിറ്റ്സ് ഉണ്ടാക്കുക. ക്രെഡിറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? ഓരോരുത്തരെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് കിട്ടും. അതെങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തന്നെയാണ്. ഇനി ഇത്രയും നിങ്ങൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് താപ്പോട്ട് നീക്കിയിട്ട് ഇവിടെ ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ഒരു ബോക്സ് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ആഡ് പ്രൊമോഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആഡ് പ്രൊമോഷൻ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് പ്രൊമോഷനിലേക്ക് നമ്മൾ ആഡ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പ്രൊമോഷൻ ആഡഡ് ആയിട്ടുണ്ട്. നമ്മുടെ ക്രെഡിറ്റ്സ് 0 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫോളോവർ കൂട്ടണമെങ്കിൽ ക്രെഡിറ്റ്സ് ഇനി ഇൻക്രീസ് ചെയ്യണം. അതെങ്ങനെ ഇൻക്രീസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലേ, AN ക്രെഡിറ്റ്സിനകത്ത് ക്ലിക്ക് ചെയ്ത് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ നമുക്ക് പ്രൊമോഷൻ നമ്മൾ ഇപ്പോൾ ബൂസ്റ്റ് പ്രൊമോഷന് വേണ്ടി ഇപ്പോൾ 5 ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ആക്കിയല്ലോ, അതെന്തോ ആയി, അതിൻ്റെ ഹിസ്റ്ററി എന്തോ ആയി, അത് കയറുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വ്യൂ പ്രൊമോഷൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വ്യൂ പ്രൊമോഷൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് താപ്പോട്ട് നമ്മൾ നീക്കി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊമോഷൻ ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, 5 ഫോളോവറിനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെലിവറി ഒന്നും ആയിട്ടില്ല, 0 ആണ്. അപ്പോൾ ഇത് പയ്യെ ഫോളോവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇൻക്രീസ് ആയി കയറുന്നതാണ്. അപ്പോൾ തന്നെ വരത്തില്ല, ഇതിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ട്രൈ ചെയ്യുന്നതല്ലേ മച്ചാന്മാരെ. എല്ലാവരും ഇവിടെ വന്നിട്ട് ഇതിങ്ങനെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ ക്യാമ്പയിൻ എന്ന് വെച്ചാൽ അങ്ങനെ പറയാം, നമ്മുടെ ഒരു പരസ്യം നമ്മുടെ അക്കൗണ്ട് പരസ്യത്തിന് ഇട്ടു, അവർ ഫോളോ ചെയ്യുന്നു, അവർക്ക് അതിന് വരെ ക്രെഡിറ്റ് കിട്ടുന്നു, നമുക്ക് അതിന് വരെ ഫോളോവർ കിട്ടുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്, ഞാൻ ഈ വെബ്സൈറ്റുകളൊക്കെ വീഡിയോ ചെയ്യുന്നത് വർക്കിംഗ് ആവുന്ന ടൈമിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒരുപാട് നാൾ കഴിഞ്ഞ് ട്രൈ ചെയ്യുമ്പോൾ, കുറേ പേര് ട്രൈ ചെയ്യുമ്പോൾ വർക്കാവും. ഒരുപാട് വെബ്സൈറ്റുകൾ അങ്ങനെ വർക്കിംഗ് ആണ്, പക്ഷേ ചില വെബ്സൈറ്റുകളൊക്കെ വർക്കാവാതെ ഇരിക്കുക. അപ്പോഴും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. എൻ്റെ ധാരാളം വീഡിയോ ഇപ്പോഴും ഉണ്ട് യൂട്യൂബിൽ, അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ
ഫസ്റ്റ് നമ്മൾ വെബ്സൈറ്റിലേക്ക് വരുന്നതിന് മുന്നായിട്ട് ഞാൻ പറഞ്ഞല്ലോ 1 രൂപയ്ക്ക് 2 രൂപയ്ക്കൊക്കെ ഫോളോസ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താണ്ട് ഇവിടെ ഈ വാച്ച് നൗവിനകത്ത് നിങ്ങൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ എൻ്റെ ഒരു വീഡിയോ വരും, ഇടിവെട്ട് വീഡിയോ ആണ്. അതുവഴി നിങ്ങൾക്ക് 1 രൂപയ്ക്ക് 2 രൂപയ്ക്കൊക്കെ ഫോളോസ് ലൈക്സ് ഒക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മച്ചാന്മാരെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇനി പുതിയ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം ഗൈസ്. ബൈ. കമൻറ്റ് ഇടാൻ മറക്കരുതേ.